അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുറാഖ ഇബിൻ മാലിക് എന്ന സഹാബിയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സുറാഖ ഇബിൻ മാലിക് ബിൻ ജഅ്ഷൻ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. അദ്ദേഹത്തിൻ്റെ കുനിയ വിളിപ്പേര് എന്നുള്ളത് അബൂ സുഫിയാൻ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ മക്ക കാലഘട്ടത്തിൽ ചർച്ച വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുടെ ആ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ്. ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം അദ്ദേഹവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പൊതുവേ അതുവരെ സുറാഖ ഇബ്നു മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധമുഖത്തും അല്ലെങ്കിൽ സ്കൗട്ടിന് പോകുന്ന ഒരു അദ്ദേഹം സിറ്റിയിലുള്ള ആളുകൾ ജീവിച്ചിരുന്ന ആ ഒരു സന്ദർഭത്തിലല്ല, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തല്ല ജീവിച്ചിരുന്നത്, മറിച്ച് കൂടുതലും മരുഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ശത്രുക്കൾക്ക് എത്രത്തോളം സൈന്യത്തിൻ്റെ എണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ അവരുടെ കാൽപ്പാടുകൾ വെച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്ന അത്തരത്തിൽ കഴിവുണ്ടായി. എന്നാൽ യുദ്ധമുഖത്തിൽ സ്കൗട്ടിങ്ങിന് പോയിരുന്ന ഒരു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്ന ഒരു ആളായിരുന്നു സുറാഖ ഇബ്നു മാലിക് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പുറത്തുപോയി ആളുകളെ കണ്ടെത്തുന്നതിലൊക്കെ വളരെ വൈദഗ്ധ്യം നേടിയിരുന്ന അദ്ദേഹം അബൂ ജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടി പ്രഖ്യാപിക്കുകയാണ്. 100 ഒട്ടകമാണ് ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കൊണ്ടുവന്നാൽ, ഡെഡ് ഓർ അലൈവ്, മരിച്ച് കൊന്നിട്ടാണെങ്കിലും ജീവനോടെ കൊണ്ടുവന്നാലും 100 ഒട്ടകം പ്രഖ്യാപിക്കുമ്പോൾ സുറാഖ ഇബ്നു മാലിക്കിന് അദ്ദേഹം ഇതിന് ഒരു താല്പര്യമെടുത്ത് മുന്നോട്ട് വരികയാണ്. അപ്പോൾ സുറാഖ ഇബ്നു മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൽ വൈദഗ്ധ്യം നേടിയ ആളാണ്. അദ്ദേഹത്തിന് അത് എന്തായാലും സാധിക്കും എന്ന അർത്ഥത്തിൽ തന്നെ അദ്ദേഹം ഇതിനു വേണ്ടി പുറപ്പെടുന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഈ 100 ഒട്ടകം എന്നുള്ളതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മൾ ഇന്നത്തെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി മില്ലേനിയർ ആവാൻ പറ്റുന്ന ഒരു അവസ്ഥ ആ ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് പിടിച്ചു കൊണ്ടുവന്നാൽ മതി. ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ എമൗണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ സുറാഖയുടെ അടുത്ത് ഒരു കുതിരയുണ്ട്. അദ്ദേഹം കുതിര ഓട്ടത്തിൽ വളരെ അഗ്രഗണ്യനാണ് താനും. എന്നിട്ട് അദ്ദേഹം ഒരു ചരിത്രത്തിൽ കാണാൻ പറ്റും 400ഓളം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഭാഗത്തുണ്ട് എന്ന് വിവരം കിട്ടിയ അദ്ദേഹത്തെ തെരഞ്ഞുകൊണ്ട് പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂരെ നിന്നുകൊണ്ട് അദ്ദേഹം കാണുകയാണ്. കണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ മണ്ണിൽ പെട്ടെന്ന് പൂണ്ടിട്ട്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആദ്യം കാണുന്നുണ്ട്, എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് പൂണ്ടുപോകുന്നു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീഴുന്നു. അദ്ദേഹം കുതിരപ്പുറത്തേക്ക് വീണ്ടും കയറുന്നു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകെ വെച്ച് പിടിക്കുന്നു. കാല് വീണ്ടും മണ്ണിൽ പൂണ്ടുപോകുന്നു. അദ്ദേഹം അതിനു മുൻപത്തേക്കാൾ ശക്തമായിക്കൊണ്ട് കുതിരപ്പുറത്ത് നിന്ന് വീഴാണ്. എന്നിട്ട് അദ്ദേഹം അപ്പോഴും ഈ 100 ഒട്ടകം എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്മാറാൻ താല്പര്യമില്ല. അദ്ദേഹം ചില അമ്പുകൾ എടുത്തുകൊണ്ട്, ഇപ്പോൾ മക്ക മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന സ്വഭാവമാണ് അമ്പുകൾ എടുത്തുകൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുക. അപ്പോൾ അങ്ങനെ ഭാഗ്യപരീക്ഷണം നടത്തിയപ്പോൾ പോലും അദ്ദേഹത്തിന് ലഭിച്ചത് ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകെ പോകരുത് എന്നുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല. 100 ഒട്ടകം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ. അദ്ദേഹം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകെ പോവുകയാണ്. എന്നിട്ട് മൂന്നാമതും ശക്തമായി കുതിരപ്പുറത്ത് നിന്ന് വീണപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. എന്നിട്ട് കാരണം മൂന്നാമത്തെ പ്രാവശ്യം വീഴുമ്പോൾ അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്ന അത്രയും അടുത്തേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീഴാണ് എന്നുള്ളത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ മനുഷ്യനെ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് അറിയാൻ തുടങ്ങി. കാരണം ഇതെന്തായാലും പിടിക്കപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു കുലുക്കവും ഇല്ലാതെ വളരെ ശാന്തനായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് സുറാഖ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കണം എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി, എന്നിട്ട് നിങ്ങൾ എനിക്ക് എഴുതി തരണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഈ ഒരു കാര്യം ലോകം മുഴുവൻ എത്തും. അപ്പോൾ ഇത് എൻ്റെ നാട്ടിലെത്തുന്ന സമയത്ത് എനിക്ക് നിങ്ങളിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, ഒരു ഗ്യാരണ്ടി, ഒരു അമാൻ നിങ്ങളിപ്പോൾ എഴുതി തരണം എന്നുള്ളത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു എഴുത്ത് കൊടുക്കുകയാണ്. അമാനുൻ മിൻ റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇതാണ് എൻ്റെ അമ്പ്, ഇന്ന സ്ഥലത്ത് എനിക്ക് ഒരുപാട് ഒട്ടകങ്ങളും എൻ്റെ കുറേ ഭൃത്യന്മാരുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു അമ്പ് കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒട്ടകങ്ങളെയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭൃത്യന്മാരെയും അവർ നൽകും എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിട്ട് സുറാഖയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സുറാഖ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുറാഖയെ വിളിക്കുന്നു, സുറാഖ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, കിസ്രയുടെ കയ്യിലുള്ള വളകൾ നീ അണിയുന്ന ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ സുറാഖ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, കിസ്ര, ഹുർമുസിൻ്റെ മകൻ കിസ്ര അഥവാ പേർഷ്യ ഭരിക്കുന്ന കിസ്ര, ലോകം മുഴുവൻ അറിയുന്ന കിസ്ര, ആ കിസ്ര തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെറുതായിട്ടൊന്ന് സർപ്രൈസ്ഡ് ആയിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാതെ ഒരു നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒറ്റയ്ക്ക്, ലിറ്ററലി ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക്, റസൂലുള്ളാഹിയും അബൂബക്കറും മാത്രം ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത്, അന്ന് ലോകത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള ഏറ്റവും ശക്തനായ മനുഷ്യൻ്റെ കൈകളിലുള്ള വളകൾ ഈ സുറാഖ എന്ന് പറയുന്ന ഒരു സാധാരണ ബദുവിൻ്റെ അടുത്ത്, അദ്ദേഹം ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളൊന്നുമല്ല, ഒരു ബദുവാണ്, ആ ബദുവിൻ്റെ കൈകളിലേക്ക് വരും എന്നുള്ള ഒരു പ്രവചനം സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയാണ്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പോയി. സുറാഖ റളിയല്ലാഹു അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം മക്കൻ ഫതഹിൻ്റെ സമയത്താണ്. മക്കൻ ഫതഹ് കഴിഞ്ഞ ഹുനൈൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ സുറാഖ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ ഒരു അമാൻ കാണിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ഓർമ്മയുണ്ട്. സുറാഖ ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായി, അനുചരനായി ജീവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖ് വരുന്നു, ഉമർ ഖത്താബ് വരുന്നു. ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിലാണ് സൽമാൻ ഫാരിസിയും സഅദ് ഇബ്നു അബി വഖാസ് ഒക്കെ പോയിട്ട് പേർഷ്യ കീഴടക്കുന്നതും. ഈ കിസ്രയുടെ കൊട്ടാരം എന്നുള്ളത് അന്ന് അവർ വിളിച്ചിരുന്നത് വെളുത്തിട്ടുള്ള കൊട്ടാരം, വൈറ്റ് ഹൗസ് എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ പറയുന്ന പോലെ അവരും വെളുത്ത ആ കൊട്ടാരത്തെ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. അന്ന് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ കൊട്ടാരം, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള കൊട്ടാരം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് സാധാരണ അറബി ബദുക്കൾ എന്നുള്ള രീതിയിൽ പേർഷ്യക്കാർ കണ്ടിരുന്ന ഒരു വിഭാഗം. അതായത് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും അല്ലാത്ത ചില മുസ്ലിം രാഷ്ട്രങ്ങൾ, ഇപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ നാളെ US-ഉം UK-യും പോലത്തെ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് മൊത്തം പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ ഒരു സാഹചര്യമാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ചരിത്ര ഗവേഷകന്മാർക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല, എങ്ങനെയാണ് ഈ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഇത്രയും വലിയ ഒരു എംപയർ മുസ്ലിം സമൂഹം പിടിച്ചടക്കാൻ. അന്ന് മുസ്ലിങ്ങളൊന്നുമല്ല, ഇതൊക്കെ പിടിച്ചടക്കിയതിന് ശേഷമാണ് മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഉയരുന്നതെല്ലാം, മുസ്ലിം സമൂഹം വലുതാവുന്നതൊക്കെ. അപ്പോൾ അന്നൊന്നുമല്ലാത്ത മുസ്ലിം സമൂഹം എങ്ങനെയാണ് ഇത് പിടിച്ചടക്കിയത് എന്ന് ഇന്നും ചരിത്ര ഗവേഷകന്മാർ തലചൊറിയുന്ന ഒരു വിഷയമാണ്. എന്നിട്ട് ഈ ഒരു ബൈത്തുൽ മാലിലേക്ക്, ഈ കൊട്ടാരത്തിൽ നിന്നുള്ള എല്ലാ ലക്ഷൂറിയസ് ആയിട്ടുള്ള സംഭവങ്ങളും സഹാബാക്കൾ മദീനയിലേക്ക് എത്തിക്കുന്നു. ഉമർ ഖത്താബ്, സ്വാഭാവികമായിട്ടും ഉമർ ഖത്താബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി. അദ്ദേഹം ഇത് കണ്ട് നേരെ ഈ കിസ്രയുടെ വളകൾ എടുത്തുകൊണ്ട് നേരെ മിമ്പറിൽ കയറിക്കൊണ്ട് ചോദിക്കുന്നത്, അയിന സുറാഖ എവിടെ? സുറാഖയെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഈ 2 വളകളും സുറാഖയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, സദഖ സാഹിബു ഹാദൽ മഖാം. ഈ മക്കാം ആരുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത് അദ്ദേഹം സത്യം മാത്രമേ പറയാറുണ്ട്, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം നടപ്പിൽ വരുത്തുകയാണ് എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ പറ്റും. ചരിത്രത്തിൽ നമുക്ക് വളരെയധികം ആവേശം നൽകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. എന്നിട്ട് ഉമർ ഖത്താബ് നേരെ സുറാഖയോട് പറയുന്നത്, ഇർഫ യദൈക്, നിന്റെ കൈകൾ നീ ഉയർത്തുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി പറയുക. എന്തിന്? കിസ്ര എന്ന് പറയുന്ന കിസ്ര ബിൻ ഹുർമുസിൻ്റെ കൈകളിൽ നിന്നും ഈ വളകൾ സുറാഖ എന്ന ബദുവിൻ്റെ കൈകളിലേക്ക് എത്തിച്ച്. അത് അങ്ങനെ തന്നെ ഉമർ ഖത്താബ് പറയുന്നതിനൊരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം വെറും ബദുക്കളായിരുന്ന, വെറും പ്രാകൃത അറബികളായിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്സത്ത് ഇസ്ലാമിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകിയിരിക്കുന്നു എന്ന് സുറാഖയെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിലൂടെ നമുക്ക് വിജയം നേടിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഈ വിജയം നേടിയത് എന്ന് ഉമർ ഖത്താബ് പഠിപ്പിക്കുകയാണ്. ഹുർമുസിൻ്റെ മകൻ കിസ്രയുടെ കൈകളിൽ നിന്നുള്ള ഈ വളകൾ സുറാഖ എന്ന ബദുവിൻ്റെ കൈകളിലേക്ക് എത്തിച്ച അള്ളാഹുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് സുറാഖയെ ഈ ഒരു സംഭവം പഠിപ്പിക്കുകയാണ്.
അടുത്ത ആഴ്ച പുതിയൊരു സഹാബിയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.